രാഹുൽ ഗാന്ധി എന്തെല്ലാം സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് ഭരണകക്ഷിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മോദി ഗവൺമെന്റ് അതിനെ വാക്കുകൊണ്ട് നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചതിന് മറുപടികൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ എടുക്കാനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. മൂപ്പരെ അങ്ങ് അങ്ങ് വിട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്നാണ് BJP അവരുടെ ആസ്ഥാനത്ത് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ മനുഷ്യൻ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ഇന്ത്യയിൽ വളരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും പറയും നരേന്ദ്രമോദിയുടെ വികസനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയ ലീഡർഷിപ്പ് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഇന്ത്യയിൽ BJP തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നത് എന്നും. ഒരുപക്ഷെ അത് ചില കാരണങ്ങളിൽ ഒരു കാരണം അതായിരിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയിലുള്ള പങ്കിനെ നിങ്ങൾ ആരും വിസ്മരിക്കരുത്. കാരണം അത്രമേൽ അദ്ദേഹം BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്, വേറെ ആരെക്കാളും കൂടുതൽ. BJP പ്രതിരോധത്തിലാവുന്ന സമയങ്ങളിലെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ട് ശരിക്കും രാഹുൽ ഗാന്ധി BJPക്ക് ഒരു അനുഗ്രഹമായിട്ട് പലപ്പോഴും മാറുകയാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും അമിത്ഷാ ആണെങ്കിലും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ എന്നിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹം വാ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴും. അതിൽ പിടിച്ചു വേണം പിന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ. ഏതൊരു പാർലമെന്റ് സമ്മേളനം എടുത്താലും രാഹുൽ ഗാന്ധി ഈ ഒരു ശൈലി തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഇപ്പോൾ വിവാദ ചർച്ചയായിട്ടുണ്ട്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെയും അതോടൊപ്പം ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് അത് നരേന്ദ്രമോദിയുടെ ഒരു മാജിക് ആയിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മജീഷ്യൻ ഓഫ് ബാലാക്കോട്ട്, മജീഷ്യൻ ഓഫ് സിന്ദൂർ എന്നൊക്കെയാണ്. മജീഷ്യൻ ഓഫ് ഡിമോണറ്റൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഇതിനെല്ലാം കൂട്ടിക്കെട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ബാലാക്കോട്ടൊക്കെ എന്നൊക്കെ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു മാജിക് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. ശരിക്കും അത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ ഒരർത്ഥത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഈ രാഷ്ട്രീയത്തെയും സൈനിക ഇടപെടലുകളെയും അല്ലെങ്കിൽ ദേശീയ സുരക്ഷയും ഒക്കെ നമ്മൾ പ്രത്യേകം കാണാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാത്തിനും മേലെയാണ്, എല്ലാത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് 1996 തോന്നുന്നു നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം സർക്കാർ വീണ സമയത്ത് ലോകസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ചരിത്ര പ്രസിദ്ധമാണെന്നേ, ഓരോ ഇന്ത്യക്കാരും കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട അദ്ദേഹത്തിന്റെ വാചകങ്ങളുണ്ട്. അതിപ്രകാരമാണ്: സർക്കാരുകൾ വരും പോകും, പാർട്ടികൾ രൂപീകരിക്കപ്പെടും ഇല്ലാതാകും, പക്ഷെ ഈ രാജ്യം നിലനിൽക്കണം, ഈ രാജ്യത്തെ ജനാധിപത്യം ശാശ്വതമായി നിലനിൽക്കണം. ആ വാചകങ്ങളുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ പ്രാധാന്യത്തെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് രാജ്യം. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന BJP അക്കാലത്ത്, അന്ന് കോൺഗ്രസ്സാണ് കൂടുതലായിട്ട് അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്, ഏത് തീരുമാനങ്ങളെയും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഗവൺമെന്റുകൾ എടുത്ത ഏത് തീരുമാനങ്ങളെയും ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ നിലപാടുകളിലായിരുന്നുവെങ്കിലും നമുക്കറിയാവുന്ന പോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ പ്രതിപക്ഷം ശക്തമായ പിന്തുണയാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് നൽകിയിട്ടുള്ളത്. സോ അദ്ദേഹമൊക്കെ ഒരു മാതൃകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയോട് വിയോജിപ്പുണ്ടാവുക സ്വാഭാവികമാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കാം, വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നിലപാടുകളോട് വലിയ വിയോജിപ്പുണ്ടാവും. അവർ കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളോടും എതിർപ്പുണ്ടാവും. പ്രതിപക്ഷം എന്ന നിലയിൽ അതിനെ ചോദ്യം ചെയ്യാനും എതിർക്കാനുമുള്ള എല്ലാ ധാർമ്മിക അവകാശവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൂടി തീർച്ചയായും ശ്രീ രാഹുൽ ഗാന്ധിക്കുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം മറ്റ് രാഷ്ട്രീയമൊക്കെ, കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് രാജ്യ താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നിലപാടെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടെ ഒരു ഹെലികോപ്റ്ററോ വിമാനോ എടുത്തുകൊണ്ട് പോയി വെടിവെച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ കഥയല്ല അത്, അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല വന്നിരുന്ന് പറഞ്ഞ് ഞാനും ഷായും നമ്മുടെ രാജ്നാഥ് സിംഗും കൂടെ നമ്മൾ മൂന്നുപേരും കൂടെ ഇന്നലെ രാത്രി പോയി 3-4 ബോംബിട്ടിട്ട് വന്നു എന്നല്ല പ്രധാനമന്ത്രി പറഞ്ഞത്. മറിച്ച് അത് ചെയ്തത്
കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തും ഇപ്പോഴും ഒക്കെ ഉള്ള ഈ രാജ്യത്തെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന നമ്മുടെ സൈന്യമാണ്. അവരാണ് അതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം കൊടുത്തത്. എന്ത് ചെയ്തു, എവിടെ ചെയ്തു, എങ്ങനെ നാശനഷ്ടമുണ്ടായി, എങ്ങനെ പാകിസ്ഥാൻ അത് തിരിച്ചടിയായി, എത്ര ഭീകര ക്യാമ്പുകൾ തകർത്തു എന്ന് പറഞ്ഞത് ഇന്ത്യൻ സൈന്യമാണ്, അല്ലാതെ മോദിയല്ല. ആ സൈന്യത്തെ അവിശ്വസിക്കുന്നത് ശരിക്കും രാജ്യത്തോടുള്ള അനാദരവാണ്. രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന സൈന്യത്തോടുള്ള അനാദരവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരുമോ എന്നാണ്. ഇന്ത്യ അവർ അത്രമാത്രം ഭയപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അതിനകത്ത് പാകിസ്ഥാൻ അമേരിക്കയെ ക്ഷണിക്കുകയാണ്, വരൂ ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് സൈനിക താവളം ഒരുക്കാം, ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു തരാം. കാരണം അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നു. ചൈനയുടെ സൈനിക താവളം ഉണ്ടെങ്കിലോ തുർക്കിയുടെ സൈനിക താവളം ഉണ്ടെങ്കിലോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ദയയും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ ഒന്ന് മടിക്കും എന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നു. രണ്ട് കാരണങ്ങളാണ് അങ്ങനെ ഒരു കണക്കൂട്ടലിലേക്ക് അവർ എത്തുന്നതിനുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. അപ്പൊ അമേരിക്കയെ പിണക്കാൻ ഇന്ത്യ തയ്യാറാവില്ല. രണ്ട്, ഇന്ത്യയെക്കാൾ സൈനികമായും സാമ്പത്തികമായും വളരെ പവർഫുൾ ആണ്. അപ്പൊ അമേരിക്കയുമായിട്ട് ഉടക്കിക്കൊണ്ട് ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇനി ഇന്ത്യ തങ്ങളെ ആക്രമിക്കില്ല എന്ന ഒരു ബോധ്യം, അമേരിക്കയുടെ സൈനിക താവളം വന്നാൽ ആക്രമിക്കില്ല എന്നൊരു ബോധ്യത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ അത്രമേൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതിനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മോദി മാജിക് എന്നുള്ള തരത്തിലൊക്കെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വത ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ പെരുമാറേണ്ടത്? കോൺഗ്രസിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ടല്ലോ, അവർ ഇതിനേക്കാൾ പക്വമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഇടപെടുകയും ചെയ്യും വിവിധ വിഷയങ്ങളിൽ. എന്തിനേറെ പറയുന്നു, ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് പരിശോധിക്കുക. ഈ താടിയിൽ കൈയും കൊടുത്ത് പ്രിയങ്ക ഗാന്ധി നിസ്സഹായമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് പോലും രാഹുൽ ഗാന്ധിയേക്കാൾ പക്വതയുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയേക്കാൾ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചുവറായിട്ട് നിൽക്കാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധിക്കാണെന്ന് തോന്നുന്നു. കാരണം തന്റെ സഹോദരൻ പറഞ്ഞത് വലിയ മണ്ടത്തരമാണെന്നും പറയാൻ പാടില്ലാത്തതാണെന്നും അവർക്കൊരു അറിയാം. അവരൊരിക്കലും രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാൻ ചാടി എണീക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഒട്ടും യോജിക്കുന്ന മര്യാദയുള്ള ഒരു കാര്യമല്ല. ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് തെളിവ് സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ്. പാകിസ്ഥാനെ കൊണ്ട് കാല് പിടിപ്പിച്ചിട്ടാണ് യുദ്ധം നിർത്തുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ, പാകിസ്ഥാന്റെ സ്വപ്നങ്ങളിൽ അവരെ ഇന്നും അലട്ടുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെയാണ് ഒരുമാതിരി മോദി മാജിക് ആയിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ പരിഹസിച്ച്, അതും മജീഷ്യൻ മോദിയുടെ കളിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. ഇത് തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് സാമാന്യ ബോധമുള്ള ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന വികാരം ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. കാരണം ഇയാൾ ഇത് എന്താ പറയുന്നത്, ഒരു വിവരം വേണ്ടേ, ഒരു മര്യാദ വേണ്ടേ എന്നായിരിക്കും തോന്നുക. ഇത് രാഷ്ട്രീയമായിട്ട്, കക്ഷി രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ ബി ജെ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഗുണമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം മണ്ടത്തരങ്ങൾ തുടർച്ചയായിട്ട് ബി ജെ പിക്ക് ഗുണമാണ്. ഇലക്ഷനുകളിൽ അവർക്കിത് രാഷ്ട്രീയ ആയുധമാണ്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും പരിഹസിക്കാൻ ഒരു കാരണവുമാണ്. ഇവിടെയാണ് വ്യത്യാസം. ശരിക്കും രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കർ എല്ലാ ബി ജെ പി ആസ്ഥാനത്ത് ഒട്ടിക്കുന്നത് നല്ലതാണ്. കാരണം അത്രമാത്രമാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത്. ഇനി രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തരാണിത്. നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വീരതയെ, ധീരതയെ ചോദ്യം ചെയ്യുന്ന, സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നിരവധി ആളുകൾ ഇഷ്ടപ്പെടുന്ന, അനുകൂലിക്കുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് സൊസൈറ്റിയിലേക്ക് ഇടുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറും ബാലാക്കോട്ട് എയർ സ്ട്രൈക്കും ഒക്കെ വെറും ഒരു കെട്ടുകഥ പോലെ വിശ്വസിക്കാൻ ചിലപ്പോൾ ആളുകൾ തയ്യാറാവും, രാഹുൽ ഗാന്ധി അന്ധമായി വിശ്വസിക്കുന്നവർ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങളും അപക്വമായ സ്റ്റേറ്റ്മെന്റുകളും നടത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കും നല്ലത്. ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലെങ്കിലും തുടരാൻ അത് അദ്ദേഹത്തിന്റെ പാർട്ടിയും സഹായിക്കും. അല്ലാത്ത പക്ഷം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ആദ്യകാലങ്ങളിൽ ബി ജെ പി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ബി ജെ പി ഒന്നും ചെയ്യാതെ തന്നെ 10 പൈസയുടെ ചെലവില്ലാതെ അത് കോൺഗ്രസ് തന്നെ, വിശേഷിച്ച് രാഹുൽ ഗാന്ധി തന്നെ നല്ല അടുക്കും ചിട്ടയോടെ നടപ്പാക്കി കൊടുക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.